എങ്ങനെയൊക്കെ സൂചനകൾ സാക്ഷാൽ മൂകാംബി അമ്മ നൽകിയിട്ടും അമ്മ അതിൽ നിന്നൊന്നും പഠിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അത് ശ്യാമിലിയുടെ കാര്യത്തിലായാലും സംസാരശേഷി നഷ്ടപ്പെട്ട കാര്യത്തിലായാലും ദേവി നൽകിയ സൂചനയാണ് അതൊക്കെ. എനിക്കും മുത്തശ്ശിക്കും അതിൻ്റെ ഗൗരവം മനസ്സിലായി. അമ്മയ്ക്കും അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. എങ്കിലും അമ്മ സ്വന്തം വാശിയിൽ ഉറച്ചു നിൽക്കുന്നതാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. നീ മൂകാംബി അമ്മയോട് മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല ദേവുട്ടി. പ്രാർത്ഥിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും അമ്മ തന്നെയാ. നിന്നെപ്പോലെ ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ പരിഹസിക്കാനും ദ്രോഹിക്കാനും ശ്രമിച്ചതിന് ദേവി കൊടുത്ത ശിക്ഷ തന്നെ ഇത്. മുത്തശ്ശി പറയുന്ന പോലെ പ്രായശ്ചിത്തം കൊണ്ട് മാത്രമേ അത് മാറ്റിയെടുക്കാൻ പറ്റൂ. പക്ഷേ അമ്മ ഒരിക്കലും അതിന് തയ്യാറാവില്ലല്ലോ. ഇപ്പോഴും താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള മട്ടിലല്ലേ അമ്മയുടെ വാക്കും പ്രവൃത്തിയൊക്കെ. അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതൊന്നും തെറ്റായിട്ട് അവർക്ക് തോന്നുന്നില്ലായിരിക്കും. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴേ നമ്മൾ തമ്മിൽ ഒന്നിക്കണമെന്ന് മൂകാംബി അമ്മ പോലും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ അതിനെതിരായി പ്രവർത്തിക്കുന്ന അമ്മയെ ദേവി ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അത് മനസ്സിലാക്കി സ്വയം തിരുത്തേണ്ടതിന് പകരം അമ്മ കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് പോവാ. ഗഗ, ദേവൂട്ടിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ കാര്യങ്ങൾ മൊത്തത്തിൽ വഷളാവുകയുള്ളൂ. ഗഗ, ദേ അങ്ങോട്ട് നോക്കി. നിന്റെ പെണ്ണല്ലേ അത്? കൂടെ ആ പയ്യനും ഉണ്ടല്ലോ.